ഭണ്ഡാസുരവധം എന്നുള്ള പ്രകരണത്തിൽ യുദ്ധവർണ്ണന തുടരുകയാണ്. ഭണ്ഡാസുരൻ്റെ സേനാനായകൻ 5 അസുരന്മാരെയും കൂടി പറഞ്ഞു വിട്ടു അത്രേ. അങ്ങനെ ആ 5 പേരെയും പറഞ്ഞേക്കൂ, തൻ്റെ ദേശത്തിന് വേണ്ടി ദേഹത്യാഗം ചെയ്യുവാൻ അവർ മടിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു. അത് തന്നെ ആ വാക്ക് ഫലിച്ചു. അവരൊക്കെ ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു. അവരുടെ പേരൊക്കെ ലളിതോപാഖ്യാനത്തിൽ പറയുന്നു. കരങ്കൻ, കാകവാചിതൻ, വജ്രദന്തൻ, വജ്രമുഖൻ, വജ്രലോമൻ എന്നൊക്കെ വിചിത്രമായ പരിവാരങ്ങളോട് കൂടിയാണ്. കഴുതപ്പുറത്ത് 100 കഴുത കൂട്ടിയ ഒരു തേരിലാണ് വജ്രദന്തൻ. വജ്രം പോലത്തെ ആയുധങ്ങളാണ് അവർ പ്രയോഗിക്കുന്നത്. വജ്രലോമൻ, വജ്രമുഖൻ ഇവരൊക്കെ. അതിഭീകരമായ യുദ്ധമുണ്ടായി അത്രേ. എന്നിട്ട് സർപ്പിണി എന്ന് പറയുന്ന അവർ സാധാരണ യുദ്ധതന്ത്രങ്ങളൊക്കെ വിട്ടു. മായായുദ്ധവും അവർക്ക് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. അങ്ങനെ സർപ്പിണി എന്ന് പറയുന്ന ഒരു അസുരശക്തിയെ ഉണ്ടാക്കി. കോടിക്കണക്കിന് സർപ്പങ്ങൾ, പാമ്പുകൾ അവരുടെ ശരീരത്തിൽ നിന്നുണ്ടായി. അതൊക്കെ വന്നിട്ട് ശക്തിസേനകളെ കടിച്ചു ഉതറി അല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. പലരും ബോധം കെട്ട് വീണു. ഇവർ തോറ്റുപോകും എന്നുള്ള ഒരു മട്ടിലായി. അങ്ങനത്തെ ഒരു അവസരത്തിൽ ശ്രീ ലളിതാംബിക അവിടെ വന്നു. തൻ്റെ സൈന്യത്തിലുള്ളവരൊക്കെ കടാക്ഷിച്ചു. മന്ത്രിണിയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. അപ്പോൾ മന്ത്രിണി ദേവിയുടെ അന്തഃശക്തി, ഉള്ളിലുള്ള ഒരു ശക്തി കൊണ്ട് നകുലി എന്ന് പറയുന്ന ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. നകുലിയുടെ ശരീരത്തു നിന്നും അനേക നകുലങ്ങൾ, കീരികളുണ്ടായി. ആ കീരികളൊക്കെ ഈ അസുരന്മാർ സൃഷ്ടിച്ച സർപ്പങ്ങളെയൊക്കെ കടിച്ചു തിന്നു കൊന്നു. അങ്ങനെ ഈ 5 കരങ്കൻ, കാകവാചിതൻ, വജ്രദത്തൻ, വജ്രമുഖൻ, വജ്രലോമൻ എന്ന് പറയുന്ന അവരുടെ വധമുണ്ടായി എന്ന് ലളിതോപാഖ്യാനം യുദ്ധത്തെ വർണ്ണിക്കുന്നു. അനേകം സേനാനായകന്മാർ മരിച്ചു എന്ന് കേട്ട് കുടിലാക്ഷൻ വീണ്ടും 7 പേരെ 100 അക്ഷൗഹിണി സേനയായിട്ട് പറഞ്ഞയച്ചു അത്രേ. യുദ്ധം കൂടുതൽ ഘോരമായി വന്നു. ഇവരൊക്കെ വരദാനമുള്ളവരാണ്. ദേവന്മാരുടെ അടുത്ത് നിന്ന് വരദാനമുള്ളവരാണ്. ഇവരുടെ 7 പേര് ഇങ്ങനെ പറയുന്നു. വലാഹകൻ, സൂചിമുഖൻ, വികടാനനൻ, കരാളാക്ഷൻ, കരടകൻ, ബാലാമുഖൻ, വികർണൻ എന്നാണ് ഇവരുടെ പേര്. ഈ 7 സേനാനായകന്മാരാണ് പിന്നെ യുദ്ധത്തിന് വന്നത്. കഴുക്, കാക്ക, പരുന്ന്, പേരുണ്ടം, കോഴി, പ്രേതം, വേതാളം എന്നൊക്കെയുള്ള വാഹനങ്ങളിലാണ് ഇവർ സഞ്ചരിച്ചത്. ഈ പക്ഷികളുടെയൊക്കെ ചിറക് തന്നെ കിലോമീറ്ററുകളോളം നീളമുള്ളതാണെന്ന് പറയുന്നു. അതുമാത്രമല്ല, കടിച്ചു കൊതറി ആൾക്കാരൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഈ വാഹനങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു അത്രേ. ഇവർക്ക് സൂര്യഭഗവാന്റെ അടുത്തുനിന്ന് ഒരു വരദാനമുണ്ട് എന്നാണ് ലളിതോപാഖ്യാനം പറയുന്നത്. ഈ 7 പേരും തപസ് ചെയ്ത് അവർ നോക്കുമ്പോൾ തന്നെ എത്രയോ സൂര്യന്മാരുടെ താപം മറ്റുള്ളവരിൽ ചെന്ന് പതിക്കും. അഗ്നിജ്വാലയുണ്ടാകും, അത് കത്തി എരിഞ്ഞ് ചാരമാകും. അത് താങ്ങാനാവാത്ത ചൂടാണ് ഇവരെ സൃഷ്ടിക്കുക എന്നൊക്കെ വരദാനം മേടിച്ചു എന്നും, യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർ ആ വരദാനം ഉപയോഗിച്ചു. ധാരാളം അഗ്നിജ്വാലകൾ ഇവർ പറന്നും ഒക്കെ ചെന്ന് സൃഷ്ടിച്ചു. ശക്തിസേനയിലുള്ളവരൊക്കെ ആകെ തളർന്നു, അവർ വാടി. അവരുടെ ശരീരങ്ങളിൽ നിന്നൊക്കെ രക്തച്ചൊരിച്ചിൽ ഉണ്ടായി. അങ്ങനെ അവർ തോൽക്കും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തി. അങ്ങനെ ശ്രീ ലളിതാംബികയുടെ അടുത്ത് വീണ്ടും ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ദേവി അശ്വാരൂഢ ദേവിയെ നോക്കി. അശ്വാരൂഢ ദേവിയുടെ ശരീരത്തിൽ നിന്നും തിരസ്കരണി എന്ന് പറയുന്ന ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. തിരസ്കാരം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ മറയ്ക്കുക എന്നുള്ളതാണ്. ഈ അഗ്നിജ്വാലയും സൂര്യതാപമാണ് അസുരന്മാർ സൃഷ്ടിക്കുന്നത്.
ഈ ദേവി തമോലിപ്തം, ഇരുട്ടുകൊണ്ട് മൂടിയത് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വിമാനത്തിലാണത്രേ വന്നത്. തിരസ്കരണി ദേവി അങ്ങനെ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിച്ചു. ഈ അഗ്നിജ്വാലകളൊക്കെ ശമിപ്പിച്ചു. ഇവരുടെ ശരീരത്തിലുള്ള താപങ്ങളൊക്കെ ശമിപ്പിച്ചു. അങ്ങനെ ഈ 7 സേനാനായകന്മാരെയും ഈ ദേവി വകവരുത്തി. അവരൊക്കെ കൊന്നു. ഈ വാർത്ത ഭണ്ഡാസുരൻ കേട്ടു. നമ്മുടെ അസുരകുലം നശിക്കാറായെന്ന് തോന്നുന്നല്ലോ എന്ന് അയാൾ വിഷമിച്ചു. അയാൾ വാവിട്ട് പറയുകയും ചെയ്തു. എന്നിട്ട് വിഷമത്തിലാണ്ടു എന്നാണ് ലളിതോപാഖ്യാനം ഈ യുദ്ധവർണ്ണന തുടരുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.